ഹലോ, ഐ ആം ബാക്ക്. നമ്മൾ എവിടാ പോയതെന്നല്ലേ? കുട്ടിക്കാനത്തെ പാഞ്ചാലിമേട്. ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒരുപാട് സ്ഥലം പോകുന്നതിന് പകരം ഒരു സ്ഥലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ താല്പര്യം. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സ്ഥലം ഒരിക്കലും മറക്കില്ല എന്നതാണ് എൻ്റെ മനസ്സിലെ ഒരു തോന്നൽ. അങ്ങനെ പോയ 2 സ്പോട്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഈവനിങ് 4:30 ഒക്കെ ആയപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ട് എത്തി, ലാഡ്രം ടീ എസ്റ്റേറ്റ്. ദുൽഖർ സൽമാന്റെ ചാർലി ഫിലിമിലെ ചില സീൻസ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ഇതിനെ ചാർലി പോണ്ടെന്നും പറയും. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ചാർലി കണ്ടത്. ഐ വാസ് എ ഹ്യൂജ് ചാർലി ഫാൻ. അതുകൊണ്ട് സുന്ദരി പെണ്ണയൊക്കെ പാടി ഞാൻ അവിടെ അങ്ങ് നടന്നു. ബൈ ദ ബൈ, നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ് അല്ല, ഫാമിലി എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ചാർലി പോണ്ടിനോട് ബൈ പറഞ്ഞ് നമ്മൾ നേരെ താമസിക്കുന്നിടത്തേക്ക് പോയി. മിസ്റ്റി ഹൊറൈസൺ എന്ന പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്ര വെൽ മെയിൻറ്റൈൻഡ് അല്ലാത്ത വില്ല ആയിരുന്നെങ്കിലും ഒരു യൂറോപ്യൻ സ്റ്റൈൽ കോട്ടേജിൽ താമസിക്കുന്ന ഫീലായിരുന്നു. ദ ഹൈലൈറ്റ് വാസ് ഇവിടെ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല ഗായ്സ്. ഫുഡും കലാപരിപാടികളും ഒക്കെ കഴിഞ്ഞ് രാത്രി കിടന്നത് ഒത്തിരി താമസിച്ചിട്ടാണെങ്കിലും അടുത്ത ദിവസം രാവിലെ ഒരു മടിയും കൂടാതെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ പോയി. എവിടാന്നല്ലേ? പാഞ്ചാലിമേട്. എന്താ മടിയില്ലാത്തതെന്നല്ലേ? ഇവിടെയും ചാർലി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചാർലിയെ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അഡ്വഞ്ചറസ് സിപ്ലൈൻ ആക്ടിവിറ്റിയും ഒരു ചെറിയ ട്രെക്കിങ്ങും ക്ഷീണം മാറാൻ സ്നാക്സും അകത്താക്കി പാക്കപ്പ് പറഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് യാത്ര തിരിച്ചു. തിരിച്ചു വരും വഴി ഗൂഗിൾ കണ്ടാണ് ഈ സ്പോട്ടിൽ നിർത്തിയത്. ഒരു തൂക്കുപാല, അതിന് താഴെ അധികം ആഴമോ വെള്ളമോ ഒന്നുമില്ലാത്ത ഒരു അരുവിയാണോ പുഴയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആംബിയൻസ് പൊളിയായിരുന്നു. കിളികളുടെ സൗണ്ടും വെള്ളത്തിന്റെ സൗണ്ടും. ഉഷ ഉതുപ്പ് പറയും പോലെ നമ്മുടെ കേരളം അടിപൊളിയാണ്. എല്ലാവരും ഹാപ്പി. അത് തന്നെയാണല്ലോ നമുക്ക് ലൈഫിൽ വേണ്ടത്. മറക്കാനാകാത്ത ഒരു പിടി നല്ല ഓർമ്മകളുമായി ആ യാത്ര അങ്ങനെ കഴിഞ്ഞു. See you with something more interesting. Until then, tata bye bye, see you.